അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സയ്യിദിനാ വ ഹബീബിനാ വ ഇമാമിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ഈ ഒരു സദസ്സിനെ സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 20 ആഴ്ചകളിലായി നടന്നു വരുന്ന ഇസ്ലാമിക ചരിത്രം പരമ്പര കഴിഞ്ഞ ആഴ്ചയോടുകൂടി താൽക്കാലികമായി അവസാനിപ്പിച്ചു. അത് അവസാനിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ധാരാളം ആളുകൾ വിളിക്കുകയും അവർക്കുള്ള പ്രതിഷേധമോ അല്ലെങ്കിൽ നിരാശയോ ഒക്കെ അറിയിക്കുകയും ചെയ്തു. തുടരാൻ വേണ്ടി പലരും ആവശ്യപ്പെട്ടു. പക്ഷേ ഒരേ വിഷയം 20 ആഴ്ചയിൽ കൂടുതലൊക്കെ തുടരുക എന്നുള്ളത് ഒരു വിരസമായ അവസ്ഥ ഉണ്ടാക്കും എന്നുള്ളതിനാൽ കുറച്ച് കഴിഞ്ഞ് മറ്റൊരു വിഷയം കഴിഞ്ഞതിന് ശേഷം വീണ്ടും തുടരാം എന്ന് ഞാൻ അവരോട് അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഈ ക്ലാസ് വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ പലരും പല നിർദ്ദേശങ്ങളും മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ നിർദ്ദേശങ്ങളിൽ പലതും നമുക്ക് സ്വീകരിക്കാവുന്നവയാണ്. ഇൻഷാ അല്ലാഹ് വരുന്ന ക്ലാസ്സുകളിൽ എല്ലാ നല്ല നിർദ്ദേശങ്ങളും ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കും. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ഖുർആനിക ജീവിതം എന്നുള്ളതാണ്. ഇതൊരു പരമ്പരയാണ്. ഇൻഷാ അല്ലാഹ് ഒരു 10-15 ആഴ്ചകൾ ഇതിൻ്റെ വ്യത്യസ്തമായ വിഷയങ്ങൾ, ഓരോ ആഴ്ചയും വെവ്വേറെ വിഷയങ്ങളായിരിക്കും. ആ വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എന്താണ് ഖുർആനിക ജീവിതം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഖുർആൻ ഉദ്ദേശിക്കുന്നത്? ഇത് ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഖുർആനിക ജീവിതം എന്ന് കേൾക്കുമ്പോൾ പലരും വിചാരിക്കുക ആരാധനാ അനുഷ്ഠാനങ്ങളിൽ മുഴുകി പ്രത്യേകമായ ചില അടയാളങ്ങളൊക്കെ സ്വീകരിച്ച് അങ്ങനെ നമ്മൾ പരമ്പരാഗതമായി പറയുന്ന ഒരു ദീനിയുണ്ടല്ലോ, അയാൾ ദീനിയാണ് എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ മാനദണ്ഡമാക്കാറുള്ള പല കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് ഖുർആനിക ജീവിതം നയിക്കുന്നയാൾ എന്നാണ് പരമ്പരാഗതമായി നമ്മൾ അറിഞ്ഞതും പറഞ്ഞതും. അതായത് ഖുർആൻ അനുസരിച്ച് ഒരാൾ ജീവിക്കുന്നു എന്ന് നാം പറയണമെങ്കിൽ അയാളിൽ മതപരമായ കുറേ അടയാളങ്ങൾ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഖുർആൻ ഇത് സംബന്ധമായി എന്താണ് പറയുന്നത്? ഖുർആനിനെ നാം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നാൽ എന്താണ്? ഇതാണ് ഇന്ന് നാം ആലോചിക്കുന്ന വിഷയം. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം തുടക്കത്തിലേ പറയാനുള്ളത്, ഖുർആൻ എന്നത് ഒരു അലങ്കാരത്തിന് വേണ്ടി മാത്രമായി ഇന്നത്തെ നമ്മൾ പോകുന്ന ഈ മതം സങ്കല്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതൊരു അലങ്കാരമാണ്. ഇത് ഇസ്ലാമിൻ്റെ, മുസ്ലിങ്ങളുടെ മാത്രം കാര്യമല്ല കേട്ടോ. ലോകത്തിന്ന് നിലവിലുള്ള മിക്ക മതങ്ങളും ആ മതത്തിന് ആധാരമായിട്ടുള്ള വേദം കൈയൊഴിയുകയോ മാറ്റിവെക്കുകയോ അല്ലെങ്കിൽ അലങ്കാരമായി മാത്രം കൊണ്ടു നടക്കുകയോ ചെയ്യുന്ന ഒരു രീതി സ്വീകരിച്ചിട്ടുണ്ട്. ക്രിസ്തു മതമാണെങ്കിലും ഭാരതത്തിലെ ഹിന്ദു മതമാണെങ്കിലും യഹൂദ മതമാണെങ്കിലും എല്ലാം അവർക്കൊക്കെ വേദം ഒരലങ്കാരമാണ്. ആ മതത്തിന് ആധാരമായിരിക്കുന്ന, ആ മതത്തിൻ്റെ അടിസ്ഥാനമായിരിക്കുന്ന വേദം പിൽക്കാലത്ത് അവർ കൈയൊഴിഞ്ഞു. ഇത് തന്നെയാണ് മുസ്ലിങ്ങൾക്കും വന്നുപെട്ടിട്ടുള്ളത്.
ഖുർആൻ എന്ന് പറയുന്നത് ഒന്നാം പ്രമാണമാണ്, അടിസ്ഥാനമാണ്, ഖുർആനും സുന്നത്തും എന്നൊക്കെ പറയുമെങ്കിലും ഇതൊക്കെ പറച്ചിലാണ്. ഇതിനപ്പുറത്ത് അത് ആ ഖുർആനിന് ഏതെങ്കിലും വിധത്തിലുള്ള സ്വാധീനമോ അതിൻ്റെ ഫലമോ ഈ മതജീവിതത്തിൽ കാണാനില്ല എന്നുള്ളതാണ് വസ്തുത. എന്ന് മാത്രമല്ല, ഖുർആൻ പറയുന്നതിന് നേർവിരുദ്ധമായ കാര്യങ്ങൾ വിശ്വാസകാര്യങ്ങളിലും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും നിയമങ്ങളിലും ദൈനംദിന ജീവിതത്തിലുമെല്ലാം ഇഷ്ടം പോലെ കൊണ്ടു നടക്കുകയും ചെയ്യുന്നുണ്ട് ഈ മതക്കാരെല്ലാവരും. ഇവിടെയാണ് ഖുർആനിക ജീവിതം എന്ന വിഷയം നാം എടുക്കുന്നതും ചർച്ച ചെയ്യുന്നതും. എന്ന് വെച്ചാൽ നൂറ്റാണ്ടുകളായി നാം കൈയൊഴിഞ്ഞിട്ടുള്ള മാറ്റിവെച്ചിട്ടുള്ള ഖുർആനിനെയാണ് നാം പരിശോധിക്കുന്നത്. അതിലുള്ള ജീവിതത്തെയാണ് അറിയാൻ ശ്രമിക്കുന്നത്. ആ ജീവിതവും നമ്മുടെ ഇന്നത്തെ ജീവിതവും തമ്മിലുള്ള വ്യത്യാസമാണ് നാം പരിശോധിക്കുന്നത്. പിൽക്കാലത്ത് രൂപപ്പെട്ടിട്ടുള്ള പല വിജ്ഞാനീയങ്ങളും കഥകളും കൂട്ടിച്ചേർക്കലുകളുമെല്ലാം ഖുർആനികമാണ് എന്ന തെറ്റായ ധാരണയിലാണ് പൊതുസമൂഹം. അങ്ങനെയാണ് അവരെ പഠിപ്പിക്കുന്നത്. ഇത് ദൈവസങ്കല്പത്തിലുണ്ട്, പരലോക വിശ്വാസത്തിലുണ്ട്, അതുപോലെ വിധിവിശ്വാസത്തിലുണ്ട്, മാലാഖമാരുമായി ബന്ധപ്പെട്ട വിശ്വാസത്തിലുണ്ട്, വേദവുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളിലുണ്ട്, അനുഷ്ഠാനങ്ങളിലും ആചാരങ്ങളിലുമുണ്ട്, നിയമങ്ങളിൽ എമ്പാടുമുണ്ട്, ധാരാളമായിട്ടുണ്ട്. മതം മനുഷ്യവിരുദ്ധമാകുന്നത് വേദങ്ങൾ കൈയൊഴിയുമ്പോഴാണ്. വേദങ്ങൾ മാനവികമാണ്. വേദങ്ങൾ കൈയൊഴിയുമ്പോൾ മതം മനുഷ്യവിരുദ്ധമായി തീരുന്നു. അത് മനുഷ്യത്വരഹിതമായ, ദയാരഹിതമായ, കരുണാരഹിതമായ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ഒരു സ്ഥാപനം ആയി മാറുന്നു മതം. അതാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് ലോകത്ത്, നാം ജീവിക്കുന്ന ഈ വർത്തമാന ലോകത്ത് മനുഷ്യൻ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്താണ്? ഒരു സംശയവുമില്ല, കാലുഷ്യമാണ്, കലഹമാണ്, ലഹളയാണ്. എല്ലായിടത്തും ലഹള, കലാപം, കൊലകൾ, കൂട്ടക്കുരുതികൾ, ബോംബ് സ്ഫോടനം, ചാവേറാക്രമണം. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ചർച്ചിൽ പോയി പ്രാർത്ഥിക്കുന്നവർക്ക് ഇടയിൽ ബോംബാക്രമണം, പള്ളിയിൽ ജുമുഅ നിസ്കരിക്കുന്നവർക്കിടയിൽ ബോംബാക്രമണം. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ആക്രമണങ്ങൾ. ഈ ആക്രമണങ്ങളൊക്കെ എന്തിൻ്റെ പേരിലാണ്? മതങ്ങളുടെ പേരിൽ. നമ്മുടെ നാട്ടിൽ കുരുതികൾ നടക്കുന്നു. ഇന്നലെ ഒരാൾ കൊല്ലപ്പെട്ടു ഉത്തർപ്രദേശിൽ. പച്ചയിൽ കുറേ ആളുകൾ കൂടി ഒരു മനുഷ്യനെ അടിച്ചു കൊന്നു. എന്തായിരുന്നു അതിൻ്റെ പിന്നിലുള്ള വികാരം? അവരുടെ മതവിശ്വാസം, മതതീവ്രത. ഇങ്ങനെ ലോകത്തിൻ്റെ മുന്നിൽ ഇന്ന് മതം ഒരു പ്രശ്നമാണ്. ഇത് മതത്തിലില്ല എന്നൊക്കെ നമ്മൾ പറയും. ഇതൊന്നും മതത്തിലില്ല, മതത്തെ തെറ്റായി ദുർവ്യാഖ്യാനം ചെയ്യുന്നു. പക്ഷേ ആ അക്രമം പ്രവർത്തിക്കുന്ന ആളുകൾ, അനീതി പ്രവർത്തിക്കുന്ന ആളുകൾ, ഭീകരതയുടെയും തീവ്രതയുടെയും ആളുകളൊക്കെ അവലംബിക്കുന്നത് ഈ മതത്തിൻ്റെ പേരിൽ എഴുതപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങളാണ്. ലോകത്തിൻ്റെ മുന്നിൽ മതം ഒരു പ്രശ്നമാണ്. യഥാർത്ഥത്തിൽ മതം അങ്ങനെയല്ലല്ലോ. മനുഷ്യനെ സമാധാനത്തിലേക്ക് നയിക്കാൻ, സമാധാനപൂർണ്ണമായ ജീവിതം നയിക്കാൻ, സ്നേഹത്തിൻ്റെ, കരുണയുടെ, ദയയുടെ, ഉൾക്കൊള്ളലിൻ്റെ, കരുതലിൻ്റെ ഒക്കെ സന്ദേശവുമായിട്ടാണ് മതങ്ങൾ ഉണ്ടായത്. പക്ഷേ പിൽക്കാലത്ത് മതങ്ങൾ ക്രൂരതയുടെ, വെറുപ്പിൻ്റെ,
വൈരാഗ്യത്തിൻ്റെ, പകയുടെ, യുദ്ധത്തിൻ്റെ, രക്തത്തിൻ്റെ ഒക്കെ കഥകളായി മാറുന്നത് എപ്പോഴാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അത് ഈ വേദങ്ങളിൽ നിന്ന് മുക്തമായ ഒരു മതം സൃഷ്ടിക്കപ്പെടുമ്പോഴാണ്. വേദവും മതവും രണ്ട് ധാരയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് മതം സങ്കീർണമാകുന്നത്, മതം ദുരിതപൂർണമാകുന്നത്, മതം മനുഷ്യന് അസ്വസ്ഥതകൾ സമ്മാനിക്കുന്നത്. സ്ത്രീകളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത, അനാഥരെ ഉൾക്കൊള്ളാൻ കഴിയാത്ത, സമത്വത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്ത, മറ്റ് വിശ്വാസങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത, സഹിഷ്ണുതയില്ലാത്ത ഒരു ബോധമായി മതം മാറുന്നത്, സങ്കുചിതമായി തീരുന്നതൊക്കെ വേദവും മതവും രണ്ട് വഴികളിലൂടെ രണ്ട് ധാരയായി സഞ്ചരിക്കുമ്പോഴാണ്. ഇസ്ലാമിൻ്റെ കാര്യത്തിൽ ഇത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണാനന്തരം 10-30 വർഷങ്ങൾക്കുള്ളിൽ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഖുർആനിൽ നിന്ന് ഗോത്രീയതയിലേക്ക്, ഖുർആനിൽ നിന്ന് പഴയ സംസ്കാരത്തിലേക്ക് ഉള്ള ഒരു തിരിച്ചുപോക്ക് വളരെ പെട്ടെന്ന് തന്നെ നടന്നു. ഖുർആനിന് പകരം മറ്റ് പലതും കയറി വന്നു. അങ്ങനെയാണ് എറിഞ്ഞു കൊല്ലുക എന്ന അതിനിഷ്ഠൂരവും ക്രൂരവുമായ നിയമം ഇസ്ലാമിൻ്റെ ഭാഗമാകുന്നത്. ഖുർആനിൽ ഇല്ലാഞ്ഞിട്ടും ഖുർആനിന് വിരുദ്ധമായിരുന്നിട്ടും അത് ഇസ്ലാമിൻ്റെ ഭാഗമായി തീരുന്നത് ഗോത്ര നിയമങ്ങൾ ഇസ്ലാമിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ഒരു പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ്. അങ്ങനെയാണ് അനാഥരായ പൗത്രന്മാർക്ക് അനന്തരാവകാശം ഇല്ലാതായിപ്പോയത്. അവർ മറ്റുള്ളവരുടെ ഔദാര്യത്തിനു വേണ്ടി കാത്തു നിൽക്കേണ്ടി വരുന്ന ദയനീയമായ ഒരവസ്ഥയിലേക്ക് അനാഥരായ പൗത്രന്മാർ എടുത്തെറിയപ്പെട്ടത് പഴയ ഗോത്ര നിയമങ്ങൾ ഇസ്ലാമിക നിയമം എന്ന പേരിൽ സ്ഥാനം പിടിച്ചപ്പോഴാണ്. സ്ത്രീകളുടെ ആർത്തവം അശുദ്ധമാണെന്നും അവർ അശുദ്ധരാണെന്നും ആ സമയത്ത് പുണ്യപ്രവർത്തനങ്ങളൊന്നും പാടില്ലെന്നുമുള്ള വിധികളുണ്ടാകുന്നത് ഖുർആൻ അത് അവരുടെ ഒരു പീഡാകാലമാണെന്ന് പ്രഖ്യാപിച്ചിട്ട് പോലും അത് അശുദ്ധമാണെന്ന പഴയ ഗോത്രീയ സങ്കല്പത്തിലേക്ക് കൊണ്ടുപോയത് ഗോത്രസങ്കല്പങ്ങൾ ഖുർആനിക നിയമങ്ങൾക്ക് പകരമായി വെച്ച് മാറിയപ്പോഴാണ്. ഭർത്താവ് മരിച്ച സ്ത്രീ ദുശ്ശകുനമാണെന്നും അവൾ വീണ്ടും ആരും കാണാതെ ഇരുട്ടുമുറിയിൽ കയറി മറയിലിരിക്കണമെന്നുമുള്ള ഗോത്ര നിയമം ഇസ്ലാമിക നിയമമായി പരിവർത്തിപ്പിക്കപ്പെട്ടത് ഈ കാലഘട്ടത്തിലാണ്. ഇങ്ങനെ 100 ഉദാഹരണങ്ങൾ ഇസ്ലാമിൻ്റെ പേരിൽ വരവ് വെക്കപ്പെട്ടു. ഇതൊക്കെ ഖുർആനിക വിരുദ്ധമാകുമ്പോഴാണ്. ഇത് കർമ്മപരമായ മേഖലകൾ. സിഹ്ർ ഫലിക്കുമെന്ന്, അത് ബാധിക്കുമെന്ന്, കൂടോത്രം ചെയ്യാമെന്ന് പറഞ്ഞാൽ ചെയ്താൽ ഫലിക്കുമെന്ന്, അത് പ്രവാചകന് പോലും ഫലിച്ചിട്ടുണ്ടെന്ന് വിശ്വാസം ഉണ്ടായത്, ദൈവത്തിന് കയ്യും കാലമുണ്ടെന്ന്, ദൈവം ഒരു സൂപ്പർ മനുഷ്യനാണെന്ന്, ദൈവം ആകാശത്തിലിരിക്കുന്നുവെന്ന്, ദൈവം ഇറങ്ങി വരികയും കയറിപ്പോവുകയും ചെയ്യുന്നുവെന്ന്, അങ്ങനെ ദൈവം സിംഹാസനസ്ഥനാണെന്ന് ഒക്കെയുള്ള ദൈവസങ്കല്പത്തിലേക്ക് വന്നത് ആ കാലഘട്ടത്തിലാണ്. അതുപോലെ തിന്മകൾ, ഷെറുകൾ എല്ലാം അള്ളാഹുവിൽ നിന്നുണ്ടാകുന്നു. നമ്മൾ വെറും കരുക്കളാണ്. നമുക്ക് നൽകിയ സ്വാതന്ത്ര്യമെന്ന് പറയുന്നത് വെള്ളെഴുത്ത് പോലെയാണ്, അത് ഫലമില്ലാത്തതാണ്, എല്ലാം തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഭാഗധേയങ്ങളൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ഖദറിലുള്ള വിശ്വാസം അതിൻ്റെ ഭാഗമാണ്. മുസ്ലിം മതത്തിൽപ്പെട്ടവനല്ലാത്ത, സമുദായത്തിൽപ്പെട്ടവനല്ലാത്ത ആരും എന്ത് നന്മ ചെയ്താലും അതൊന്നും നന്മയല്ലെന്നും അതിനൊന്നും ഫലമില്ലെന്നുമുള്ള അപകടകരമായ വിശ്വാസം
അങ്ങനെ വന്നതാണ്. ഇത് വിശ്വാസപരമായ കാര്യങ്ങൾ. നേരത്തെ പറഞ്ഞത് കർമ്മപരം, ഇത് വിശ്വാസപരം. അനുഷ്ഠാനപരമാകട്ടെ എണ്ണിയാലൊടുങ്ങാത്ത കാര്യങ്ങൾ, താടിയുടെ നീളവും മീശ വെട്ടിയതിൻ്റെ അളവും തുടങ്ങി എന്തെന്തൊക്കെ കാര്യങ്ങളാണ് ആചാരങ്ങളായി വന്നത്. ഇതൊക്കെ എവിടെ നിന്ന് കയറി വന്നു? ഇതൊക്കെ ഖുർആനിൽ നിന്ന് നമുക്ക് എങ്ങനെ വായിച്ചെടുക്കാൻ കഴിയും? ഇന്ന് നാം കൊണ്ടു നടക്കുന്ന മതാകാരത്തിൻ്റെ ഫ്രെയിം ഒന്ന് കൃത്യമായി പരിശോധിച്ചാൽ ഒട്ടുമുക്കാലും പ്രവാചകനിൽ നിന്ന് ലഭിച്ചതല്ല എന്ന് കാണാൻ സാധിക്കും. അത് അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും നിയമങ്ങളും എല്ലാം അങ്ങനെ വന്ന് കടന്നുകൂടിയവയിലുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. നിങ്ങളെ ആരെയെങ്കിലും അസ്വസ്ഥപ്പെടുത്താൻ പറയുന്നതല്ല ഇത്. അസ്വസ്ഥപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും ഞാൻ പറയുന്നു അതൊരു നല്ല ലക്ഷണമാണ്, പരിശോധിക്കപ്പെടേണ്ടതുണ്ട്, വിമർശനാത്മകമായി നോക്കേണ്ടതുണ്ട്. ഇതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുമല്ലോ എന്നാണ് നിങ്ങളുടെ ആശങ്കയെങ്കിൽ വീഴേണ്ടത് വീഴുകയും നിർമ്മിക്കപ്പെടേണ്ടത് നിർമ്മിക്കപ്പെടുകയും ചെയ്യണം. ദൈവിക ദീൻ ഒരിക്കലും തകരുകയില്ല, അത് വീഴുകയുമില്ല. അത് കാലാതിവർത്തിയാണ്, അത് അതിജയിച്ച് മുന്നോട്ട് പോകും. തകരുന്നത് പൗരോഹിത്യ മതമാണ്. പൗരോഹിത്യം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള മാനവവിരുദ്ധമായ മതബോധങ്ങൾ തീർച്ചയായും തകരും. അത് തകരേണ്ടതാണ്. ഇസ്ലാമിക ശരീഅത്ത് എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന എത്രയെത്ര നിയമങ്ങളാണ് ഖുർആനിക വിരുദ്ധമായിട്ടുള്ളത്. മുത്തലാഖ് അതിലൊരു ഉദാഹരണം മാത്രമാണ്. എന്നിട്ട് ഈ ഖുർആൻ വിരുദ്ധ നിയമങ്ങളെയെല്ലാം താലോലിച്ച് അതൊക്കെ ശരീഅത്തിൻ്റെ ഭാഗമാണ്, ഇസ്ലാമിക നിയമത്തിൻ്റെ ഭാഗമാണ്, മാറ്റങ്ങൾക്ക് വിധേയമല്ല എന്ന് രൂഢമൂലമായി ഉറച്ചു വിശ്വസിക്കുന്ന എത്ര നല്ല നല്ല സാധാരണ മനുഷ്യർ. അവർക്കറിയില്ല ഇതൊക്കെ പൗരോഹിത്യം പിൽക്കാലത്ത് കെട്ടിയുണ്ടാക്കിയ വ്യാജങ്ങളാണെന്ന്. അത് തുറന്നു പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഈ പരമ്പര അതിനു വേണ്ടിയുള്ളതാണ്. ഇസ്ലാമിക നിയമങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള കൂട്ടിച്ചേർക്കലുകളെ, മാനവവിരുദ്ധമായ നിയമങ്ങളെ, മനുഷ്യൻ്റെ മൗലിക സ്വാതന്ത്ര്യത്തെ തന്നെ ഹനിക്കുന്ന കാഴ്ചപ്പാടുകളെ, മതപരിത്യാഗിക്ക് വധശിക്ഷ നൽകണം, ഇത് അതിലുള്ള ഒരു നിയമങ്ങളിൽ ഒരു ഉദാഹരണമാണ്. മനുഷ്യന് സ്വാതന്ത്ര്യം നൽകി ഖുർആൻ. നിനക്കിഷ്ടമുണ്ടെങ്കിൽ വിശ്വസിക്കാം, ഇഷ്ടമില്ലെങ്കിൽ നിനക്ക് നിരാകരിക്കാം. നന്ദിയുള്ളവനാവുക, അല്ലെങ്കിൽ നന്ദി കെട്ടവനാവുക. ഇങ്ങനെ വളരെ വ്യക്തമായി ഖുർആൻ പ്രഖ്യാപിച്ചിട്ടും മനുഷ്യന് മൗലികമായി നൽകിയ സ്വാതന്ത്ര്യത്തെ വിലവെക്കാതെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയാൽ അവൻ കൊല്ലപ്പെടേണ്ടവനാണെന്ന്, അവൻ ജീവിക്കാൻ അർഹനല്ലെന്ന് വളരെ തീവ്രമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഉൽപ്പതിഷ്ണു സംഘടനകൾ അല്ലെങ്കിൽ ഉൽപ്പതിഷ്ണു പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നവർ പോലും ഈ രീതിയിൽ വിശ്വസിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന എത്രയെത്ര ഉദാഹരണങ്ങൾ ലോകത്തുണ്ട്. ഇങ്ങനെ ഇസ്ലാമിൽ പറ്റിച്ചേർന്നിരിക്കുന്ന ദുർമേധസ്സുകളെ പരിശോധിക്കുകയാണ് നാം ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ദൈവിക ദീനിൽ, അള്ളാഹുവിൻ്റെ ദീനിൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രയാസവുമില്ല. ഇത് ഖുർആനിൻ്റെ ഒരു മൗലിക തത്വമാണ്, ഇസ്ലാമിൻ്റെ ഒരു അടിസ്ഥാന തത്വമാണ്. പ്രയാസങ്ങളില്ല. ഇത് അനുഷ്ഠാനത്തിലാണെങ്കിലും നിയമങ്ങളിലാണെങ്കിലും ആചാര സമ്പ്രദായങ്ങളിലാണെങ്കിലും മനുഷ്യന് പ്രയാസമുള്ളതൊന്നും
ഇസ്ലാമിലില്ല, ദീനിലില്ല. ഈ മൗലിക തത്വത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് ഖുർആൻ എല്ലാ നിയമങ്ങളെയും വികസിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് പരിശോധിക്കപ്പെടേണ്ടത്. ഇസ്ലാമിക നിയമങ്ങളെന്ന് പറയുന്നത് കാലാനുസൃതമായി മാറ്റങ്ങൾക്ക് വിധേയമാകണം. നവീകരിക്കപ്പെടാത്തതൊന്നും നിലനിൽക്കാൻ അർഹമല്ല. മാറ്റമല്ലാത്തതിനൊക്കെയും മാറ്റമുണ്ട് എന്നത് ഖുർആനിക തത്വം കൂടിയാണ്. ശരീഅത്ത് എന്നാൽ വ്യാവഹാരിക നിയമങ്ങൾ മാത്രമാണ്. അത് അറബിയിൽ പറയുമ്പോഴേക്കും അതെന്തോ ഒരു വിശുദ്ധ സംഗതിയൊന്നും ആയിത്തീരുന്നില്ല. ശരീഅത്ത് എന്ന പദത്തിന് നിയമങ്ങൾ എന്നേ അർത്ഥമുള്ളൂ. ഈ നിയമങ്ങൾ മനുഷ്യർക്കുള്ളതാണ്. അത് കാലാതിവർത്തിയാകുന്നത് അതിൻ്റെ ഉള്ളിലുള്ള നവീകരണാത്മകത കൊണ്ട് മാത്രമാണ്. നിരന്തരമായി നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കണം. ശരീഅത്തിൽ മാറ്റമില്ല എന്ന് പറയുന്നത് അവിവേകമാണ്. അത് ഇസ്ലാമിനെക്കുറിച്ച്, ഖുർആനിനെക്കുറിച്ച് മൗലികമായി അറിയാത്തത് കൊണ്ട് പറയുന്നതാണ്. മാറ്റമില്ലാത്തത് ദീനിലാണ്. ദീനും ശരീഅത്തും രണ്ടാണ്. ദീനെന്ന് പറയുന്നത് അടിസ്ഥാന മൂല്യങ്ങൾക്ക് പറയുന്ന പേരാണ്. ധർമ്മം, നീതി, സത്യം, കരുണ, സ്നേഹം, ഇതിൽ മാറ്റത്തിൻ്റെ ആവശ്യമില്ലല്ലോ. അത് അടിസ്ഥാന മൂല്യങ്ങളാണ്. അതാണ് ദീൻ. ദീനിൽ മാറ്റമില്ല. എന്നാൽ ശരീഅത്ത് ആ ദീനിൽ ഊന്നി നിന്നുകൊണ്ട് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള നിയമങ്ങളാണ്. ഈ നിയമങ്ങൾ കാലാനുസൃതമായി മാറിക്കൊണ്ടിരിക്കണം. അത് പരിശോധിക്കപ്പെട്ടുകൊണ്ടിരിക്കണം. നിരന്തരമായി ഗവേഷണങ്ങൾ നടക്കണം. അതിങ്ങനെ നവീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. നവീകരിക്കപ്പെടുന്നില്ലെങ്കിൽ ഒരിക്കലും അത് മനുഷ്യനെ ഉൾക്കൊള്ളാൻ സാധ്യമല്ല. ഇസ്ലാമിക നിയമം എപ്പോഴും മനുഷ്യ കേന്ദ്രീകൃതമാണ് എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത. മനുഷ്യ കേന്ദ്രീകൃതമാണ്. മനുഷ്യൻ മതങ്ങൾക്ക് വേണ്ടിയല്ല, മതം മനുഷ്യന് വേണ്ടിയുള്ളതാണ് എന്നാണ് ഖുർആനിക സിദ്ധാന്തം. മനുഷ്യൻ മതങ്ങൾക്ക് വേണ്ടി നിലകൊള്ളേണ്ടവനല്ല, മറിച്ച് മതം മനുഷ്യർക്ക് വേണ്ടി നിലകൊള്ളേണ്ടതാണ്. മനുഷ്യരുടെ നന്മ, മനുഷ്യരുടെ ക്ഷേമം, അവരുടെ സമാധാനമാണ് മതത്തിൻ്റെ ലക്ഷ്യം. അല്ലാതെ മതത്തെ നിലനിർത്തുന്നതിന് വേണ്ടി മനുഷ്യൻ അവൻ്റെ എല്ലാ സമാധാനവും നഷ്ടപ്പെടുത്തി യുദ്ധത്തിനിറങ്ങേണ്ടതല്ല. അതിനുവേണ്ടിയല്ല അള്ളാഹു മതം നൽകിയിട്ടുള്ളത്. ദീൻ നൽകിയിട്ടുള്ളത് മനുഷ്യൻ്റെ സമാധാനത്തിന് വേണ്ടിയാണ്. ഈ ലോകത്ത് മനുഷ്യൻ ലാ ഖൗഫുൻ അലൈഹിം, അങ്ങനെയാണല്ലോ, ഖുൽ നഹ്ബിതു മിൻഹാ ജമീഅൻ ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നിങ്ങൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ തരുന്ന മാർഗ്ഗനിർദ്ദേശങ്ങളനുസരിച്ച് നിങ്ങൾ ജീവിക്കുക. അങ്ങനെ ജീവിച്ചാൽ നിങ്ങൾക്ക് ഭയമോ ദുഃഖമോ സങ്കടമോ ഇല്ലാതെ ജീവിക്കാൻ കഴിയും. ഇത് പരലോകത്തെ കാര്യമല്ല, ഈ ദുനിയാവിലെ കാര്യം തന്നെയാണ് പറഞ്ഞത്. ഭയാശങ്കകളില്ലാതെ ജീവിക്കാൻ സാധിക്കുന്ന സമാധാനപൂർണമായ ഒരന്തരീക്ഷം ഈ ലോകത്ത് സൃഷ്ടിതമാകുന്നതിനാണ് മതം നൽകിയിട്ടുള്ളത്. അപ്പോൾ മതം മനുഷ്യർക്ക് വേണ്ടി നിലകൊള്ളണം. ഇത് തന്നെയാണ് പ്രവാചകൻ മറ്റൊരു ഭാഷയിൽ പറഞ്ഞത്. വല്ലാഹി ലയുത്തിമ്മന്നല്ലാഹു ഹാദൽ അംർ ഹത്താ യസീറ റാകിബു മിൻ സൻആ ഇലാ ഹദ്റമൗത്ത്. ഭൂമിയിലെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ആർക്കും ആരെയും ഭയപ്പെടാതെ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു സാമൂഹ്യാന്തരീക്ഷം സൃഷ്ടിതമാകും തീർച്ചയായും ഈ മതം പ്രാവർത്തികമാകുമ്പോൾ. അപ്പോൾ മതം മനുഷ്യർക്ക് സമാധാനം നൽകുന്നതിന് വേണ്ടി ഉള്ളതാണ്, മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ്, മനുഷ്യർ മതങ്ങൾക്ക് വേണ്ടി ഉണ്ടാകുന്നതല്ല. ഈ ഒരു തലതിരിഞ്ഞ വായനയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ മതത്തിന് വേണ്ടി നിലകൊള്ളുക എന്നല്ല, അങ്ങനെയാണ് പഠിപ്പിക്കപ്പെടുന്നത്. മതം ഈ ലോകത്ത് നിലനിൽക്കും, അതൊരു സത്യമാണ്. അത് പ്രവാചകന്മാർ മുഖാന്തരം ഈ ലോകത്ത് വന്നിട്ടുള്ള വേദങ്ങളിലൂടെ മനുഷ്യർക്ക് സമ്മാനിതമായിട്ടുള്ള ദൈവത്തിൻ്റെ ഒരു വരദാനമാണ് മതം. ആ മതം നിലനിൽക്കും. ആ മതം നിലനിൽക്കുന്നത് മനുഷ്യൻ്റെ ക്ഷേമത്തിനും മനുഷ്യൻ്റെ ഐശ്വര്യത്തിനും അവൻ്റെ സമാധാനത്തിനും വേണ്ടിയാണ്, നല്ല ജീവിതത്തിന് വേണ്ടിയാണ്. അതിനാൽ ഈ മതത്തെ മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ് മതം എന്ന് പറയുമ്പോൾ മനുഷ്യരുടെ മാറ്റങ്ങൾക്കനുസരിച്ച്, കാലങ്ങൾക്കനുസരിച്ച് ഈ ലോകത്ത് എന്തെന്ത് മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തെന്തൊക്കെ പ്രശ്നങ്ങളാണ് മനുഷ്യർക്ക് പുതുതായിട്ട് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്, ഏതേതൊക്കെ വിധത്തിലാണ് മനുഷ്യൻ ജീവിതത്തെ പരിഗണിക്കുന്നത്. ഈ പ്രശ്നങ്ങൾക്കൊക്കെ
പരിഹാരമുണ്ടാകേണ്ടത് നിരന്തരമായി ഗവേഷണങ്ങൾ നടക്കുമ്പോഴാണ്. ഗവേഷണങ്ങളൊക്കെ നിലച്ചുപോയി എന്നൊരു കൂട്ടർ, ഇനി ഗവേഷണം പാടുണ്ടെന്ന് പറയുന്നവർ തന്നെ ആ ഗവേഷണത്തിന് എടുത്താൽ പൊങ്ങാത്ത യോഗ്യതകളുണ്ടാകണം എന്ന അർത്ഥത്തിൽ വെച്ച് ഗവേഷണം നടക്കാത്ത വിധം കണ്ടീഷനുകൾ ഏർപ്പെടുത്തി. ഇങ്ങനെ അടച്ചുപൂട്ടിയ ഒരു റൂമായി, അടച്ചുപൂട്ടിയ ഒരു ബിൽഡിങ്ങായി മതത്തെ മാറ്റി. ആർക്കും അതിനകത്തേക്ക് കയറാൻ കഴിയില്ല. അതൊക്കെ ഇങ്ങനെ സീക്രട്ടായിട്ടിരിക്കേണ്ടതാണ് എന്ന മട്ടിൽ അല്ല. നിരന്തരമായി വായിക്കപ്പെടണം. വിശുദ്ധ ഖുർആൻ വായിക്കപ്പെടണം. ഖുർആനിൻ്റെ താഴെയുള്ള സകല വിജ്ഞാനീയങ്ങളും വളരെ വിമർശനാത്മകമായി പഠിക്കപ്പെടണം. ഏതെങ്കിലും ഒരു കിതാബിലുണ്ടെന്ന് പറയുമ്പോഴേക്കും മുഖം കുത്തി വീഴേണ്ടെന്ന് യാതൊരു കാര്യമില്ല. കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത് അവരുടെ അഭിപ്രായമാണ്. ആ അഭിപ്രായം ശരിയാകാം, തെറ്റാകാം. അത് വീണ്ടും പരിശോധിക്കപ്പെടണം. നിരന്തരമായി പരിശോധനകൾക്ക് വിധേയമാക്കണം. ആർക്കും ഇതിൽ അപ്രമാദിത്വമൊന്നുമില്ല. പ്രവാചകർക്ക് ശേഷം ആർക്കും ഇതിൽ അപ്രമാദിത്വമില്ല. ആര് പറഞ്ഞാലും അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അത് ഖുർആനികമായ അടിസ്ഥാനത്തിൽ മനുഷ്യൻ്റെ നന്മയുമായി തട്ടിച്ചു നോക്കുമ്പോൾ അത് സ്വീകാര്യമാണോ അല്ലേ എന്ന് പരിശോധിക്കപ്പെടണം. മനുഷ്യനെ ഭയപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ്. ഓ, ഇമാം പറഞ്ഞിരിക്കുന്നു, ഹോജ പറഞ്ഞിരിക്കുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് മനുഷ്യനെ ഭയപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ്. ഏത് ഹോജ പറഞ്ഞാലും അത് പരിശോധിക്കപ്പെടണം, നിരൂപണം ചെയ്യപ്പെടണം. നിരൂപണം ചെയ്യപ്പെടാതെ ഒരു അറിവും സ്വീകാര്യമല്ല. മനുഷ്യൻ്റെ ബുദ്ധിക്ക് ഖുർആൻ അത്രമാത്രം പ്രാധാന്യം നൽകുന്നുണ്ട്. ചിന്തിക്കുന്നില്ലേ എന്ന് ഖുർആൻ നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അഫലാ യതദബ്ബറൂനൽ ഖുർആന അമ്മലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. നിങ്ങളുടെ ചിന്തകൾക്ക് ആരാണ് താഴിട്ട് കളഞ്ഞത്? ആരാണ് പൂട്ടിട്ട് കളഞ്ഞത്? എന്തേ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഖുർആൻ ഓതി സായുജ്യമടയുന്ന ഒരു തലമുറ സൃഷ്ടിക്കപ്പെട്ടു. ഓതാനുള്ളതാണ്, ഓതാനുള്ളതല്ല ഖുർആൻ. അത് ജീവിക്കാനുള്ളതാണ്. ഇങ്ങനെ ചവച്ച് വായിലിട്ട് ചവച്ച് തീർക്കേണ്ടതല്ല ഖുർആനിക അക്ഷരങ്ങൾ. അത് ശബ്ദങ്ങളല്ല. അത് മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് അതിനർത്ഥമുണ്ടാകുന്നത്. ഓതി പുണ്യമെടുക്കാൻ, അങ്ങനെ സ്വർഗത്തിലേക്ക് പോകാൻ ഇതിനൊരു പ്രവാചകം വേണോ? ഖുർആനിൽ നോക്കിയിരുന്നാലും കൂലിയാണ്. കൂലിക്കണക്കാണ് പ്രശ്നം. പ്രിയമുള്ളവരെ, നിങ്ങളാരും പ്രകോപിതരാകണ്ട. പ്രകോപിപ്പിക്കാൻ പറയുന്നതുമല്ല. ആലോചിക്കണം. നിങ്ങളുടെ ബുദ്ധിയോടാണ് ഞാൻ സംവദിക്കുന്നത്. എന്ത് കൂലിയെക്കുറിച്ചാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്? ഏതാണ് ഈ കൂലി എന്ന് പറയുന്നത്? നമ്മളെന്താണ് ഈ കൂലി തൊഴിലാളികളോ? നമ്മെ സൃഷ്ടിച്ച നാഥനോടുള്ള അതിരറ്റ സ്നേഹത്താൽ നാം അവൻ്റെ കൽപ്പനകൾക്കനുസൃതമായി ജീവിക്കുന്നു. അതിന് കൂലി കണക്കാക്കണോ? ഇങ്ങനെ കൂലിക്കണക്ക് പറഞ്ഞാണ് 70 ഇരട്ടിയും 27 ഇരട്ടിയും കൂലി പറഞ്ഞാണ് നമ്മെ ഈ പുരോഹിതന്മാർ വഴിതെറ്റിച്ചിരിക്കുന്നത്. ഖുർആനിൽ എവിടെയെങ്കിലും ഇത്ര കൂലി തരും എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ എവിടെയെങ്കിലും? പിൽക്കാലത്തുണ്ടാക്കിയ രാജകൊട്ടാരങ്ങളിൽ നിന്ന് നിർമ്മിക്കപ്പെട്ട ഹദീസുകളിലാണ് കൂലിക്കണക്ക് പറയുന്നത്. ഖുർആനിൽ അജ്റുൻ കബീർ, അജ്റുൻ അലീം എന്നൊക്കെ പറയുന്നുണ്ട്. വമ്പിച്ച പുണ്യമെന്ന് പറയുന്നുണ്ട്. ഈ പുണ്യങ്ങളെയൊക്കെ 70 ഇരട്ടിയും 7000 ഇരട്ടിയും 700 ഇരട്ടിയും 27 ഇരട്ടിയും ഒക്കെയാക്കി ഈ ഇരട്ടിപ്പിക്കണമെങ്കിൽ അതിനൊരു ബേസിക് സംഖ്യ ഉണ്ടാകണം. ബേസിക്കായിട്ടുള്ളൊരു സംഖ്യ ഒന്നും ഇല്ലാതെയാണ് ഇരട്ടിപ്പിക്കുന്നത്. ഇങ്ങനെ കൂലിക്കണക്ക് പറഞ്ഞ് വഴിതെറ്റിച്ചിരിക്കുന്നു നമ്മെ. നമ്മളും അല്ലാഹുവും തമ്മിലുള്ള ബന്ധം ഒരു മുതലാളിയും തൊഴിലാളിയും തമ്മിലുള്ള ബന്ധമാക്കി തീർത്തു. അതിരറ്റ് പ്രണയിക്കുന്ന നമ്മുടെ സ്നേഹനിധിയായ, വാത്സല്യനിധിയായ, നമ്മെ പുണരാൻ ആഗ്രഹിക്കുന്ന, നമ്മോടൊപ്പം തന്നെയുള്ള നമ്മുടെ നാഥനെ ഒരു തൊഴിൽ ദാതാവെന്ന നിലക്കുള്ള ഒരാളാക്കി മാറ്റി പുരോഹിതന്മാർ. അങ്ങനെ നമ്മളും പടച്ചോനും തമ്മിലുള്ള ബന്ധത്തെ ഉടച്ചു കളഞ്ഞു.
അങ്ങനെ നമ്മളെന്തെങ്കിലും ചെയ്യുന്നത് ഇത്ര കൂലി കിട്ടും എന്ന അർത്ഥത്തിലാണ്. കർമ്മത്തിൻ്റെ അർത്ഥം തന്നെ നഷ്ടപ്പെട്ടു പോവുകയാണ്. ആഗ്രഹിക്കുന്നത് പടച്ചോൻ പറഞ്ഞതായിട്ട് ഒരു സൂഫി കഥയിൽ പറയുന്നുണ്ട്, സ്വർഗവും നരകവും ഞാൻ സൃഷ്ടിച്ചിരുന്നില്ലെങ്കിൽ ഈ മനുഷ്യന്മാർക്കൊന്നും എന്നെ ആവശ്യമുണ്ടാകുമായിരുന്നില്ല എന്ന്. ഇങ്ങനെയാണ് സ്വർഗനരകങ്ങളും കൂലിയുമാണ് നമ്മെ പ്രചോദിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മെ ഭയപ്പെടുത്തുന്നത്. അതിനപ്പുറത്ത് അള്ളാഹുവുമായിട്ടുള്ള ആത്മബന്ധത്തെ, അവനുമായുള്ള നമ്മുടെ പ്രണയത്തെ, അവനുമായുള്ള നമ്മുടെ ഇഷ്ടത്തെ, അവൻ്റെ ഇഷ്ടമാണ് നമ്മുടെ തേട്ടം. ഇല്ലബ്തിഗാ വജ്ഹി റബ്ബിഹിൽ അഅല, അള്ളാഹുവിൻ്റെ ഇഷ്ടം, അള്ളാഹുവിൻ്റെ തൃപ്തി, റളിയല്ലാഹു അൻഹും വറദു അൻഹു. ഇതിനേക്കാൾ വലിയ സായുജ്യം എന്താണുള്ളത്? നിർവൃതി എന്താണുള്ളത്? ദൈവത്തിൻ്റെ തൃപ്തിയുള്ള ദാസനായി ജീവിക്കുക, അവൻ്റെ തൃപ്തിയിലായി മരണപ്പെടുക, അവൻ്റെ തൃപ്തി നേടുന്ന ജീവിതത്തിൻ്റെ അർത്ഥം ലഭിക്കുന്ന ഭാഗ്യത്തേക്കാൾ വലിയ ഭാഗ്യമെന്തുണ്ട്? കൂലിത്തൊഴിലാളിയായി ജീവിക്കുകയാണോ നാം ചെയ്യേണ്ടത്? ഇങ്ങനെ പ്രിയമുള്ളവരെ, ഞാൻ പറയുന്നത് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം തന്നെ മാറ്റിക്കളഞ്ഞിരിക്കുന്നു, അതിൻ്റെ ലക്ഷ്യം മാറ്റിക്കളഞ്ഞിരിക്കുന്നു. അതിനാൽ ഒരു ഉടച്ചു വാർക്കൽ അനിവാര്യമാണ് എല്ലാ മേഖലകളിലും. നമുക്ക് അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ, സർവശക്തനായ സ്രഷ്ടാവിൻ്റെ ഇഷ്ടമാണ് നമ്മുടെ തേട്ടമെങ്കിൽ, ഈ പുരോഹിതന്മാർ പറയുന്ന കൂലി മതത്തിൽ നിന്ന് നമ്മൾ വിശുദ്ധ ഖുർആനിൻ്റെ ശുദ്ധമതത്തിലേക്കുള്ള ഒരു മാറ്റത്തിന് തയ്യാറാകേണ്ടിയിരിക്കുന്നു. ആരൊക്കെയോ നമ്മെ ചതിക്കുകയാണ്, വഞ്ചിക്കുകയാണ്, നമ്മെ പറ്റിക്കുകയാണ്. അവരുടെ സ്വാർത്ഥലാഭങ്ങൾക്ക് വേണ്ടി മരണത്തിൻ്റെ വേദനയുടെ ഇല്ലാ കഥകൾ പറഞ്ഞ്, ഖുർആനിക വിരുദ്ധ കഥകൾ പറഞ്ഞ്, ഇല്ലാത്ത ഖബർ ശിക്ഷയെ പൊലിപ്പിച്ച് കാണിച്ച്, അള്ളാഹുവിൻ്റെ വിചാരണയെ തന്നെ അപഹസിക്കുന്ന വിധത്തിൽ, പരലോകത്തെ അപ്രസക്തമാക്കുന്ന വിധത്തിൽ ഖബറിലുള്ള ശിക്ഷയെന്ന വ്യാജോക്തിയെ പൊലിപ്പിച്ച് പറഞ്ഞ് നമ്മെ എത്ര നൂറ്റാണ്ടുകളായി ഇവർ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു. എവിടെയാണ് പ്രിയമുള്ളവരെ നമുക്ക് സന്തോഷിക്കാൻ വകയുള്ളത്? കർമ്മം ചെയ്താൽ ആ കർമ്മം സ്വീകരിച്ചുവോ ഇല്ലേ എന്ന് ആശങ്കിച്ച് കാലം കഴിക്കുന്ന, വല്ലതും നമ്മൾ ചെയ്താൽ അതിൻ്റെ തെറ്റ് കണ്ടുപിടിക്കാൻ കുത്തിരിക്കുകയാണ് അള്ളാഹു എന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുള്ള, നമ്മൾ ചെയ്യുന്നതൊന്നും ശരിയാകുന്നില്ല എന്ന് വേവലാതിപ്പെടാൻ നമ്മെ ശീലിപ്പിച്ചിട്ടുള്ള ഈ പുരോഹിത മതത്തിൽ നമുക്ക് എന്തെങ്കിലും ആനന്ദിച്ച് ജീവിക്കാനൊക്കുമോ? ഏതെങ്കിലും ഒരു സമയത്ത് സാധിക്കുമോ നമുക്കത്? മരിക്കുന്നത് വരെ വ്യഥകളും ആധികളും സങ്കടങ്ങളുമായി നാം ഇങ്ങനെ അള്ളാഹുവേ ഞാൻ ചെയ്ത കർമ്മങ്ങളൊക്കെ വൃഥാവിലായല്ലോ എന്ന് നിരാശപ്പെട്ട് നിലവിളിക്കുന്ന ഒരു പതിതാവസ്ഥയിലേക്ക്, നിരാശാവസ്ഥയിലേക്ക് ഈ മതബോധം നമ്മെ കൊണ്ടെത്തിച്ചിട്ടില്ലേ? നമുക്ക് ജീവിക്കണ്ടേ? അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ദാസനായി, ദാസിയായി, ആനന്ദത്തോടെ, സന്തോഷത്തോടെ മരിക്കണ്ടേ? എങ്കിൽ ഖുർആൻ വരച്ച് കാണിക്കുന്ന ജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണം. അത് സുലളിതമാണ്, സുമനോഹരമാണ്, സുന്ദരമാണത്. വ്യഥകളില്ലാതെ ജീവിക്കാം, പ്രണയിച്ച് ജീവിക്കാം, അള്ളാഹുവിനെ ഇഷ്ടത്തോടെ പുണരാം, ഭയപ്പെടാതെ ജീവിക്കാം, അവനോടൊപ്പം നമുക്ക് ചിരിച്ച് കളിക്കാം, ആർത്തുല്ലസിക്കാം. നമ്മുടെ ആനന്ദം, നമ്മുടെ സന്തോഷം, നമ്മുടെ ആഹ്ലാദം തട്ടിയെടുത്തവരിൽ നിന്ന് നാം അത് തിരികെ പിടിക്കേണ്ടിയിരിക്കുന്നു. ജീവിതത്തിൻ്റെ നല്ല വസന്തങ്ങളാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. നമ്മെ ശിക്ഷിക്കാൻ കാത്തിരിക്കുന്നവനല്ല അള്ളാഹു, നമ്മെ രക്ഷിക്കാൻ വേണ്ടി നിതാന്തമായി നമ്മുടെ പിന്നാലെ നടക്കുന്നവനാണ്. നമ്മെ പ്രയാസപ്പെടുത്താൻ അവനൊട്ടും ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ദൗർബല്യങ്ങളെ അവന് നന്നായിട്ടറിയാം. നമ്മുടെ കറുത്ത കുത്തുകളല്ല, നമ്മുടെ ചെറിയ ചെറിയ വെളുത്ത ബിന്ദുക്കളാണ് അവൻ അന്വേഷിക്കുന്നത്. അതിനെ വലുതായി കാണാനാണ് അവൻ ആഗ്രഹിക്കുന്നത്. ഖുർആൻ മുഴുവനും പറയുന്നത് അതാണ്.
തെറ്റിന് അതിന് സമാനമായ ശിക്ഷ മാത്രം, നന്മയ്ക്കോ ഇരട്ടി ഇരട്ടി ഫലം. ഇത് ഖുർആൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല, ആശങ്കിക്കേണ്ടതുമില്ല. കരുണാവാനായ അല്ലാഹു നമ്മെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നു. പുരോഹിതന്മാർ ഉണ്ടാക്കി വെച്ച ഈ വ്യാജങ്ങളിൽ നിന്ന്, കള്ളങ്ങളിൽ നിന്ന്, ഭയപ്പാടുകളിൽ നിന്ന് നമുക്ക് മുക്തി നേടണം. യഥാർത്ഥമായ അറിവിലേക്ക്, സത്യസന്ധമായ ദീനിലേക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച മുതൽ നാം ഓരോ വിഷയമായി ഇതിനെ സമീപിക്കും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ.